എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോയ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് പോയിട്ടുള്ളതെന്ന്. അതെ, നമ്മുടെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവയിലാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവനും പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ശിവനെ കിഴക്ക് ഭാഗത്തേക്കും പാർവതി ദേവിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കുമായിട്ടാണ് ദർശനത്തിനായി ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവഭഗവാനേക്കാളും പാർവതി ദേവിക്കാണ് ഈ കോവിലിൽ പ്രസിദ്ധി. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീ പാർവതിയുടെ നട തുറക്കുകയുള്ളൂ. അതായത് ഒരു വർഷത്തിൽ 12 ദിവസമേ നട തുറക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനടുത്തേക്ക് തന്നെയുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ വരുന്ന ഭക്തജനങ്ങൾ ഇവിടെയും വന്ന് തൊഴുതിട്ട് പോകണമെന്നാണ് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും പോയി തൊഴുത് ഇറങ്ങി അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മനയിലേക്കാണ് പോയത്. അകവൂർ മന എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അതിനകത്തോട്ട് കയറി. അവിടെ അധികം ആരും ഇല്ലായിരുന്നു. നമുക്കറിഞ്ഞൂടാ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിഞ്ഞൂടാ. പക്ഷേ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 233 കിലോമീറ്റർ ഉണ്ട് ആലുവയിലേക്ക്. അപ്പോൾ അവിടെ ഒരുപാട് KSRTC ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ബസ് ഉണ്ട്. തിരുവൈരാണിക്കുളം ക്ഷേത്രം എന്ന് ബോർഡ് വെച്ച ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് ഏറ്റുമാനൂർ ശിവൻകോവിലാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ഭഗവാന്റെ വാഹനമായ കാളയെ കണ്ടു. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. ഇതാണ് കോവിലിൻ്റെ പരിസരം. വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. നമുക്ക് ധാരാളം അയ്യപ്പ ഭക്തന്മാർ കോവിലുണ്ടായിരുന്നു. അവരവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഇതിനു മുമ്പ് ഇവിടെയൊക്കെ പോയിട്ടുള്ളവർ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും. അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കാണ് ആ കാണുന്നത്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ ആ ശ്രീകോവിലിനുള്ളിലേക്ക് കയറാനുള്ളൊരു തിരക്കാണ് ആ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്തും ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കയറി ഒന്ന് തൊഴുതു. പിന്നെ നമ്മൾ കയറുന്നതിൻ്റെ അവിടെ തന്നെ ഭഗവാന്റെ രൂപവും ഭഗവാൻ കാളപ്പുറത്തിരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കാളയുടെ ചെവിയിൽ പൊത്തി നമ്മുടെ ആഗ്രഹങ്ങൾ, ഒരു ചെവി കൈകൊണ്ട് പൊത്തി മറ്റേ ചെവിയിൽ കൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ളത് പറഞ്ഞു. പിന്നെ അവിടെ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം അയ്യപ്പ ഭക്തന്മാർക്കും അല്ലാത്ത ഭക്തർക്കും എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.